മിച്ചിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ടായിരുന്നേ. മിച്ചി മാത്രമല്ല പോയത്, ഞങ്ങൾ പേരൻസിനും കൂടി പോകാൻ അലൗഡായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് പോയത് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു. അതായത് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, രാത്രി വന്നു. അതായിരുന്നു നമ്മുടെ ഒരു പ്ലാനിങ്. അങ്ങനെ ഞങ്ങൾ പോയി. അടിപൊളി ടൂറായിരുന്നു കേട്ടോ. ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ബാക്കി പറഞ്ഞു തരാം. ഇതാണ് ഞങ്ങളുടെ വണ്ടിയിൽ എന്താ പാട്ട് ഓണാക്കിയപ്പം മുതലേ പിള്ളേർ ഡാൻസ് തുടങ്ങി. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നെങ്കിലും പിന്നെ അവരങ്ങ് താനേ ഇറങ്ങിപ്പോയി അങ്ങ് ഡാൻസ് കളിയൊക്കെ അങ്ങ് തുടങ്ങി. അവർ ഡാൻസ് കളിക്കണ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അമ്മമാരായ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മളും അങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഡാൻസും പരിപാടിയൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിതേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. പോത്തങ്കോടുള്ള ഓക്സിജൻ പാർക്കിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരിൽ ആദ്യമായിട്ടായിരിക്കും ഇവിടെ പോകുന്നത്. അപ്പോൾ ഇതാ പോയ ഉടനെ തന്നെ പിള്ളേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങാം എന്ന് കരുതി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഭയങ്കര, അതായത് എന്താ പറയുക, ഈ ഒരു കിണറൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ആഴമുള്ള ഒരു കിണറായിരുന്നു കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ ഒരു ആഴം? കണ്ട നിങ്ങൾ ഞെട്ടിയില്ലേ? അതുപോലെ ഞാനും ഞെട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഈ നമ്മുടെ പഴയകാല ഓർമ്മയൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ല, നമുക്ക് ഈ ഫോട്ടോയും അതിന് വീഡിയോസ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് പഴയ കാലത്ത് ഈ ഒരു സാധനങ്ങളൊന്നും ഇപ്പം നമുക്ക് കിട്ടാനേ ഇല്ല. എന്താണ് അതിൻ്റെ പേര്, മറ്റേ എന്താ ഉറിയോ അങ്ങനെ എന്തൊക്കെയോ അല്ലേ അതിന് പറയുന്നത്. പിന്നെ ഇത്, പിന്നെ ഈ പെട്ടി, പിന്നെ ഇത് ഒരള്, പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു മരം. ഈ മരം എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിത്രയാണ് ആദ്യത്തെ ഒരു പോർഷനിൽ അതിരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സാധാ പാർക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നേ. ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പിള്ളേരൊക്കെ ആദ്യം ഇങ്ങനെ കയറി അവിടെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ സ്കൂളിലുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളും പേരൻസും ടീച്ചേഴ്സും, വേറെ ആരും, അതായത് വേറുള്ള ഒരു ഫാമിലി പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ആയിരുന്നേ. നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം, എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, അങ്ങനെയുള്ള നല്ല പ്രൈവസി ആയിരുന്നു. അതായത് അതെന്താ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോൾ സ്കൂളുകാർ തന്നെ കൊണ്ടുപോയത് കൊണ്ടായിരിക്കാം. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് അതായത് നമ്മൾ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേകതരം ഒരു വൈബായിരുന്നു. ആദ്യമൊക്കെ അന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഇതിൽ വെച്ചിട്ട് കുട്ടികളെയൊക്കെ തരംതിരിച്ചതിന് ശേഷം നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മുടെ ടീമിലുണ്ടായിരുന്നവർക്ക് ആദ്യം ഇൻസൈഡ് ഗെയിമാണ് ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് ആദ്യം ഈ ഗെയിമൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ പിള്ളേർ ഓരോരുത്തരായിട്ട്, അതായത് നമ്മുടെ ഒരു ടീമിൽ 9 പേരെന്തോ ഉണ്ടായിരുന്നു, 9 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്നിൽ കയറ്റിപ്പിച്ചിട്ട് നമ്മളവിടെ സൈഡിൽ പേരൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നേ. അതിനകത്ത് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഷെഡിനകത്താണ് ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഓരോരുത്തരായിട്ട് മറ്റേ ഗെയിം ചെയ്യുന്ന അതിൽ പോയപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ ഇതിനകത്തും കയറി കളിച്ച്. അതായത് എനിക്ക് തോന്നുന്നു ഓരോ സെക്ഷനായിട്ട് തിരിച്ചപ്പോഴത്തേക്കും നല്ലതായിരുന്നു. കാരണം ടീച്ചേഴ്സിൻ്റെ ഓരോ ടീച്ചേഴ്സിൻ്റെ ഇതിലായപ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു പ്രത്യേകതയെന്ന് ഞാൻ പറഞ്ഞില്ലേ, പേരൻസിനും കയറിയിരുന്ന് ഇതിലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ ഒരു അവസരം അവിടെ തന്നെ ഉണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു പേരൻസിൻ്റെ അടുത്തും കയറിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും നമുക്ക് എല്ലായിടത്തും എല്ലാ പാർക്കിലും ഒന്നും പോയാൽ കിട്ടുന്ന ഒരു അവസരമല്ല കേട്ടോ. ഇത് ഇവിടെ മാത്രം, അതായത് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇവിടെ മാത്രം കണ്ടിട്ടുള്ളതാണ്. സൂപ്പറായിരുന്നു. പിന്നെ അവസാനം നമ്മൾ പിള്ളേരെയൊക്കെ ഇറങ്ങിപ്പൊക്കോ നമ്മൾ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ അങ്ങോട്ടൊക്കെ മാറ്റി നിർത്തിയിട്ട് പിന്നെ നമ്മളായി, അതായത് പിന്നീടായപ്പോൾ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ നമ്മളെ കൊണ്ടുപോയതാണോ, നമ്മൾ പിള്ളേരെ കൊണ്ടുപോയതാണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയെ. കാരണം നമ്മൾ
അത്രമാത്രം, അതായത് നമ്മളിലെ ലേഡീസ് ട്രിപ്പൊക്കെ പോലെ നമ്മൾ അത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ ഇതൊക്കെ. അങ്ങനെ ഇൻസൈഡ് ഗെയിം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളിതേ ഈ ഒരു സാധനത്തിനകത്ത് പിള്ളേരെ കയറ്റി. അതിനുശേഷം നമ്മളും കയറിയിട്ടുണ്ടായിരുന്നേ. ആദ്യം പിള്ളേരാണ് കയറിയിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, അവിടെ നിന്നിട്ടുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നേ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനൊത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അത്രയും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരെ ആ ഒരു സാധനത്തിനകത്തൊക്കെ കയറ്റിയതിന് ശേഷം നമ്മളിതേ കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കയറിയത് സൂപ്പറായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കുട്ടികൾ 4 പേരാണ് ഒന്നിലിരുന്നെങ്കിൽ നമുക്ക് 2 പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം മുട്ട് തമ്മിൽ പരസ്പരം ഇടിക്കൂലേ, അതുകൊണ്ട് നമ്മൾ 2 പേര് വെച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ വൈബിനൊത്ത ആൾക്കാരായിരുന്നു. കാരണം പേരൻസൊക്കെ നമ്മളെ ഏകദേശം ഒരേ ഏജാണല്ലോ, അതുപോലെ ടീച്ചേഴ്സും. സൂപ്പറെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. ഇതുപോലൊരു ട്രിപ്പ് ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ പിള്ളേരെയൊക്കെ ഇതാ ഈ ഒരു സാധനത്തിനകത്ത് കയറ്റി. ആ കിടന്ന് വിളിച്ചത് ആരാ? ഞാനാ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ കയറില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഞാൻ കയറിയതാണ്. കയറി എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനിങ്ങനെ ഇടന്ന് വിളിച്ച് എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. കാരണം അത്രമാത്രമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തോ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു പേടി തോന്നൂലേ, ആ ഒരു പേടി അത്രയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെയൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ കയറി എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മളിതാ ഈ ഒരു സാധനത്തിലൊക്കെ കയറി. സൂപ്പറായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഏറ്റവും സൂപ്പർ. കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ താന്നു കൊടുക്കണം, പിന്നെ താഴ്ന്നിരിക്കുന്ന സാധനത്തിൽ നമ്മളിങ്ങനെ ചാടി കൊടുക്കണം. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. അതിലങ്ങനെ നിൽക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാല് ഇങ്ങനെ സ്ലിപ്പായി അങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങയും താരയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട്. പക്ഷെ സൂപ്പറായിരുന്നു, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ, അതായത് അക്വേറിയം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ കിളികളുടേത്, പിന്നെ എന്തോ ഇഗ്വാന, അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളും, പിന്നെ ഈ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന, അതായത് വലിയ മാറ്റുണ്ടല്ലോ, അത് സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ, ലുഡോഡ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാരംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഈ കോഴിയൊന്നും, ഇതിൻ്റെ പേരെന്താ, കോഴി, അതായത് എന്തോ ഒരു കോഴിയാണ്, പക്ഷേ എനിക്ക് പേരൊന്നും അറിയത്തില്ല. കൊള്ളായിരുന്നു കേട്ടോ. പിന്നീട് ഈ ഒരു ഊഞ്ഞാല് കണ്ട, അതിലും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു അക്വേറിയമൊക്കെ ഉണ്ടായിരുന്നു. അക്വേറിയത്തിൽ കുറച്ച് മീനുകളെ ഉണ്ടായിരുന്നുള്ളൂ, അതായത് വളരെ കുറച്ച്, ഒരെണ്ണത്തിൽ 1 or 2 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അക്വേറിയം അത്യാവശ്യം കാണാൻ നല്ലൊരു, അതായത് നമ്മൾ വീട്ടിലൊക്കെ വളർത്തില്ലേ അതുപോലൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അതിനകത്ത് ഫിഷ് സ്പായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ കയറി. അതായത് അവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ മുടിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കടൽ കാണാൻ പോയി. സൂര്യനെ എത്തിപ്പിടിക്കുന്നത് കണ്ടില്ലേ, കടലിനെ എത്തിപ്പിടിക്കാൻ പോയത്. സൂര്യനെയൊക്കെ എത്തിപ്പിടിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വണ്ടിയിൽ കയറി, ഒരു ചായയൊക്കെ കുടിച്ച് വണ്ടിയിലൊക്കെ കയറി എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനാണ്, മിച്ചുവാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് പിള്ളേരൊക്കെ സൈഡിലായി, തള്ളമാരായി. പിന്നെ ആ ഒരു ഇതിൽ, അതായത് എന്താ പറയുക, അടിപൊളി. അതായത് നമുക്ക് ഒരേ വൈബായതുകൊണ്ട് അത്ര സൂപ്പർ ട്രിപ്പായിരുന്നു. ഇതെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേരാണെങ്കിലും എൻജോയ് ചെയ്തു, നമ്മളാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ ഫാമിലിയുടെ കൂടെ പോകുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണം. എന്നാലേ നമുക്കതിൻ്റെ ഒരു വൈബ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ട എല്ലാവർക്കും താങ്ക് യു.